Al Hilal Hospital എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് യൂറോളജിക്കൽ പ്രോബ്ലംസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? ഞങ്ങൾ യൂറോളജിക്കലായിട്ട് കിഡ്നി സ്റ്റോൺസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, യൂറിട്രിക് സ്റ്റോൺസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ബ്ലാഡർ സ്റ്റോൺസ്, പ്രോസ്റ്റേറ്റ് ഡിസീസസ്, മൂത്രനാളിയിലെ തടസ്സം, മെയിൽ ഇൻഫെർട്ടിലിറ്റി, വാരിക്കോസീൽ ട്രീറ്റ്മെൻറ്റ്, ക്യാൻസേഴ്സ് ഓഫ് ദി കിഡ്നി, യൂറിറ്റർ ബ്ലാഡർ, പിന്നെ കഞ്ചനിറ്റൽ ജന്മന ഉള്ള ഡിഫക്ട്സ് കറക്ഷൻ, അല്ലെങ്കിൽ പിള്ളേരിലെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള റീഫ്ലക്സ് ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ദീസ് ആർ ദ കോമൺ പ്രോബ്ലംസ് ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, അതിനുള്ള സർജിക്കൽ കറക്ഷൻസ്. ഡോക്ടർ, ഇതേ കാരണങ്ങളാലാണോ കുട്ടികളിലും ഈ യൂറിനറി ഇൻഫെക്ഷൻസ് കണ്ടുവരാറുള്ളത്? കുട്ടികളിൽ കൂടുതലും കഞ്ചനിറ്റൽ അല്ലെങ്കിൽ ജന്മന ഉള്ള ഡിഫക്ട്സ് കാരണമാണ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത്. അതിന് ചില സ്പെഷ്യൽ ടെസ്റ്റുകളും എക്സ്റേകളും ഉണ്ട്, അത് ഇവിടെ ചെയ്യുന്നതാണ്. MCU അല്ലെങ്കിൽ സിസ്റ്റോസ്കോപ്പി, ഇതെല്ലാം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലെ പുരുഷന്മാരിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ശതമാനം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? മെൻ ഇൻഫെർട്ടിലിറ്റി ഇൻ മെൻ പല കാരണങ്ങളുണ്ട്. അതിൽ കോമൺ ആയിട്ട് ഈ ടെമ്പറേറ്റ് അല്ലെങ്കിൽ ഈ ഗൾഫ് സെക്ടറിൽ കണ്ടുവരുന്നത് വാരിക്കോസീലിൻ്റെ കോസാണ്. ദി ടെസ്റ്റിസ് ഇസ് നോട്ട് ഏബിൾ ടു മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിന് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കുറഞ്ഞിരുന്നാലേ അതിനകത്ത് സ്പേം പ്രൊഡക്ഷൻസ് ഉണ്ടാവുകയുള്ളൂ. ആഡിക്വേറ്റ് ആയിട്ട് നമ്മുടെ ഈ മോഡേൺ വേ ഓഫ് ഡ്രസ്സിങ്, ഈ പാൻറ്റും ജീൻസും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, കാരണവന്മാർ യൂഷ്വലി പാൻസും ജീൻസും ഒന്നും ഇടാറില്ല. അത് എയറേഷൻ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കുറഞ്ഞിരുന്നാലേ അതിനകത്ത് സ്പേം പ്രൊഡക്ഷൻ ആഡിക്വേറ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ ഹീറ്റഡ് അറ്റ്മോസ്ഫിയർ ആണല്ലോ നമ്മുടെ, അതിനകത്ത് ആ ടെമ്പറേച്ചർ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മോസ്റ്റ്ലി ഓളിഗോസ്പേമിയ എന്ന് പറഞ്ഞാൽ സ്പേം കൗണ്ട് ലെസ് ദാൻ 20 മില്യൺ ഉണ്ടാകുന്നു. അത് കാരണം ഇൻഫെർട്ടിലിറ്റിയുടെ കാരണമായിട്ട് കണ്ടുവരുന്നു. വാരിക്കോസീലാണ് ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. വാരിക്കോസീലിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. വേറെ പല അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റിക്കുലർ അട്രോഫി അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ ഏജനസിസ്, ഇതെല്ലാം ഓരോ കാരണങ്ങളാണ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആർ ഓൾസോ അവൈലബിൾ ഹിയർ ഇൻ ദിസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഒരു യൂറോളജിസ്റ്റ് എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് 2 ലിറ്റേഴ്സ് വാട്ടർ എവറി ഡേ കൺസ്യൂം ചെയ്തിരിക്കണം. മിനിമം 2 ലിറ്റേഴ്സ് ആണ് ആവശ്യം. ഈ ടെമ്പറേച്ചേഴ്സിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഡയറ്റ് റെസ്ട്രിക്ഷൻസ്, റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻടേക്ക് എവറി ഡേ, വെയ്റ്റ് റിഡക്ഷൻ, റെഗുലർ എക്സസൈസസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെയർബൈ കൺട്രോളിങ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റോൺ ഫോർമേഷൻ, എസ്പെഷ്യലി കാൽഷ്യം, യൂറിക് ആസിഡ് സ്റ്റോൺസ്. ഓക്കെ. അപ്പോൾ ഇത്ര നേരം ഡോക്ടർ വിലയേറിയ സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. Excellent care at affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Muharraq, Kingdom of Bahrain. സർപ്രൈസ്. അതെ, അതിശയകരമാംവിധ വിലക്കുറവിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ടെക്സ്റ്റൈൽസ് തുടങ്ങിയവയുടെ വൻ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിടക്കീഴ്. സർപ്രൈസ് ആൻഡ് എവർ ഫൈൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. ഇന്ന് തന്നെ സന്ദർശിക്കുക സർപ്രൈസ് ആൻഡ് എവർ ഫൈൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. പ്രമുഖ കമ്പനികളുടെ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. സർപ്രൈസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, മനാമ ആൻഡ് ഹാമർ ടൗൺ. എവർ ഫൈൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, മനാമ. ബഹ്റിൻ റോഡ് ഷോയിലൂടെ അടുത്തതായി വീട്ടമ്മമാരുടെ ഫേവറേറ്റ് ഷോ, കുക്കറി ഷോ. We are here to show you the Chatpate chicken, the in-house specialty of Garden Restaurant Bahrain. Chef Rawat has a special Chatpate chicken made. So very simple ingredients, very tasty. To relish this recipe, please follow with Chef Rawat and his cooking preparation time. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്പട്ടെ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഓഫ് ദിസ് ചിക്കൻ, ഒരു 400 ഗ്രാംസ് ചിക്കൻ വേണം. അത് ബോൺലെസ് ചിക്കൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വിത്ത് ബോൺസ് നമുക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ചില്ലി പൗഡർ, ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് സോൾട്ട് വേണം. കൊറിയൻഡർ പൗഡർ 1/2 സ്പൂൺ വേണം. ജീര പൗഡർ 1 സ്പൂൺ. അപ്പോൾ ഒരു 1 സ്പൂൺ ജീരകം വേണം. ഓക്കെ, ഒരു മുട്ട നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. ഒരു ചെറിയ സ്പൂണിൽ മൈദ കൂടെ ആഡ് ചെയ്യുക. കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യുക ടേസ്റ്റിന് വേണ്ടി. ജിഞ്ചർ, ഓക്കെ, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പേസ്റ്റ് ചേർക്കുക. അതിലേക്ക് ഒരു ഫുൾ ലെമൺ പിഴിഞ്ഞ് ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്.
कितना टाइम रखते हैं आप शेफ रावत? 5 minutes. You keep it for 5 5 minutes. minutes and then നമുക്ക് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് സൈഡിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെച്ചിരുന്ന ചട്പട്ട് ചിക്കൻ്റെ പീസസ് റെഡി ആയിരിക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വിൽ ഫ്രൈ ഇറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നന്നായി തിളച്ച എണ്ണയിലേക്ക് വേണം ഈ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൽ എണ്ണ ഒരുപാട് പിടിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. रेडी हो रहा है और इसके बाद हम इसमें तड़का मार के रेडी करेंगे, उसके बाद खा सकते हैं. ഇസ് ഇറ്റ് ഡീപ് ഫ്രൈ ഓർ? या डीप फ्राई हो रहा है. നന്നായിട്ട് ഡീപ്പായിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. अभी फ्राई हो रहा है. फ्राई होने के बाद हम इसमें तड़का मारेंगे, उसके बाद सर्व कर सकते हैं. अभी हम इसमें तड़का मारेंगे और उसके बाद खा सकते हैं इसको. അപ്പോൾ ഈ റെഡിയായ ചിക്കൻ ഏകദേശം ഒരു 3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫ്രൈ ചെയ്ത് നമ്മൾ കോരി കഴിഞ്ഞു. अभी ये सेलो फ्राई हो गया. अभी इसको हम लोग इसका तड़का मार के खा सकते हैं. इसमें थोड़ा हम तेल डालेंगे इसमें. കുറച്ച് ഓയിൽ ഒഴിക്കുക. ओके. थोड़ा सा मस्टर्ड सीड्स. അത് കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് കടുകും കൂടി ആഡ് ചെയ്യുക. फॉर ग्रेवी. या ग्रेवी या कर्ड डालेंगे इसमें. जिंजर गार्लिक पेस्ट डालेंगे, करी लीफ डालेंगे. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. അത് റെഡിയായി. ये आपने जिंजर गार्लिक पेस्ट डाल दिया. ओके. इसके ऊपर दही डाल देंगे. दही डाल देंगे. शेफ रावत, ये बहुत ही इंटरेस्टिंग रेसिपी आपका, हाँ जी. बड़े स्वादिष्ट. ओके जी, थैंक यू जी. इसका टेस्ट में कैसे रहेगा शेफ? टेस्ट इसका चटपटा रहेगा. चटपटा. ऑलराइट. अभी थोड़ा हम इसमें नमक डालेंगे, थोड़ा सा और चिल्ली ऐड करेंगे इसमें. अभी हम चिकन डाल देंगे इसमें. അപ്പോൾ ആദ്യം ഇതിൽ കുറച്ച് ഓയിലൊക്കെ എടുത്ത് താളിച്ചെടുത്തതിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് ഒരു ഗ്രേവി പോലെ ഒരു മിക്സ് ആക്കിയിട്ടുണ്ട്, വെറ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വസ്തുതാൽ थोड़ा कोरिएंडर लीफ डाल दें इसमें. അതിനുള്ളിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ ഇട്ടാൽ ടേസ്റ്റിന് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ചട്പട്ട് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. या रेडी. ഓക്കെ, നല്ല മണമൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് റെഡിയായി. बढ़िया 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 अभी बढ़िया. ये हमने बना दिया. अभी आप इसको टेस्ट कर सकते हैं. जरूर जरूर, हम टेस्ट कर सकते हैं एक पीस? या क्यों नहीं कर सकते आप? किसके साथ खा लो? इसको रोटी के साथ खा सकते हैं. വെരി നൈസ്, Delicious. ഡെലിഷ്യസ്. അടുത്ത എപ്പിസോഡിൽ നല്ല നല്ല വിഭവങ്ങളുമായി ഞങ്ങളെത്തും. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക്. Excellent care at affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Moharak, Kingdom of Bahrain. Kshetra, the dream of your glamour.